അതാണ്. കാരണം അവർക്ക് സംസാരം കേൾക്കാനുള്ള ഒരു മനോനിലയില്ല. അതാ പ്രശ്നം. പ്രസംഗം കേൾക്കാൻ പറ്റില്ല, കേൾവിക്കാരല്ല അവർ. നേരെ മറിച്ച് നമ്മൾ മൊബൈലിലൊരു വീഡിയോയോ അല്ലെങ്കിൽ റീൽസോ കണ്ടാൽ അവർ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളുടെ ഒക്കെ ഈ മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഞാൻ കാണുന്നത് തന്നെയാണ്. നമ്മളെ കുട്ടികളെ നല്ല കേൾവിക്കാരാക്കിയില്ലെങ്കിൽ അവർ വഴിതെറ്റും. അവർ വഴിതെറ്റുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് കണ്ടില്ല, ഒരു കുട്ടി വേറൊരു കുട്ടിയെ കൊലപ്പെടുത്തിയതിൻ്റെ ഒരു ലേഖനമെല്ലാം വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. കാരണം സാധാരണ എല്ലാവരും പറയും നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. രക്തം കണ്ടാൽ തല ചുറ്റി വീഴുന്ന കുട്ടികളിൽ നിന്ന് രക്തം കണ്ടാൽ ഹരം കൊള്ളുന്ന കുട്ടികളായിട്ട് നമ്മൾ മാറുകയാണ്. രക്തം കണ്ടാൽ തല ചുറ്റി വീഴല്ലേ, ഇപ്പം അവരതിൽ ഹരം കൊള്ളുകയാണ്. അതിന് ഉത്തരവാദിത്തമായിരിക്കും തന്നെയാണ് നമ്മൾ ഈ കാണുന്ന വീഡിയോയും റീൽസും മൊബൈലിൽ കാണുന്ന മറ്റ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് എൻ്റെ ഏറ്റവും നല്ല ആഗ്രഹം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മളെ കുട്ടികൾ നല്ല വായന, ഇംഗ്ലീഷ്, മലയാളം, അറബി, ഹിന്ദി ഇതൊക്കെ നന്നായിട്ട് വായിക്കുക, നല്ല എഴുത്ത്, നല്ല സംസാരം, ഈ രീതിയിൽ നല്ല കുട്ടികളായിട്ട് മാറുക. നമ്മളൊന്ന് എന്ന ചിന്തയോടുകൂടി ഈ സ്കൂളിൽ വെറുതെ കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ മാത്രം പോരാ. കെട്ടിടങ്ങൾ നേരത്തെ MLA പറഞ്ഞതുപോലെ അതിനകത്ത് നടക്കേണ്ട കുറേ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ കെട്ടിടങ്ങൾ റെഡിയായി കഴിഞ്ഞാൽ കെട്ടിടങ്ങൾ റെഡിയാണ്, അധ്യാപകർ റെഡിയാണ്, നാട്ടുകാർ റെഡിയാണ്, രക്ഷിതാക്കൾ റെഡിയാണ്. നമ്മൾ റെഡിയാക്കേണ്ടത് ആരെയാണ്? നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെയാണ്. ഏറ്റവും നിഷ്കളങ്കരായി ഇപ്പോൾ ഇവരോട് ഇരിക്കുന്ന കണ്ട, ഞാൻ മുമ്പ് സമയം വൈകുന്നു, ഞാനതോടെ സംസാരിക്കാതിരുന്നത്, ചായോത്ത് സ്കൂൾ ഉണ്ടാകുമ്പോൾ, ഹെഡ്മാഷായിട്ട് ഉണ്ടാകുമ്പോൾ ഈ 10ാം ക്ലാസ്സിലെ ക്ലാസ്സിൻ്റെ അടുത്തെല്ലാം പോകുമ്പോൾ വല്ലാതെ മനസ്സാകെ അസ്വസ്ഥ അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി മെല്ലെ പ്രീ പ്രൈമറിൻ്റെ സൈഡിലൂടെ അങ്ങ് നടക്കും. ആ പ്രീ പ്രൈമറിലെ കുട്ടികളെ കാണുമ്പോൾ, അവരെ നിഷ്കളങ്കത കാണുമ്പോൾ നമ്മുടെ മനസ്സ് മാറിപ്പോവും. അങ്ങനെയുള്ള ആ നിഷ്കളങ്ക ബാല്യങ്ങളെ അവരെ വഴിതെറ്റാൻ നോക്കേണ്ട ഉത്തരവാദിത്വം ഇങ്ങനെയുള്ള പൊതുവിദ്യാലയങ്ങൾക്കാണ്. അതിന് നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മാനേജ്മെൻറ്റിനും എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.